നിയോഗം തന്നെ ലോകത്തൊരു അത്ഭുതമായിരുന്നുവല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ നിയോഗം എവിടെ വെച്ചാണ്? 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ വഹീന്റെ ബോധനം കിട്ടുമ്പോഴല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് ചിരപരിചിതമായ മക്കാ നഗരത്തിൽ നിന്ന് ആമിന എന്ന മക്കയിലെ പ്രമുഖനായ ഏറ്റവും പ്രമുഖനായ അബ്ദുൽ മുത്തലിബിന്റെ സുന്ദരനായ മകനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അതിസുന്ദരിയായ ത്യാഗിയായ ഭാര്യ ആമിന റളിയല്ലാഹു തആല അൻഹയുടെ ഗർഭാശയത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നിയോഗത്തിന് മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നിയോഗം കുറിക്കുമ്പോ ഇതുപോലൊരു തിങ്കളാഴ്ച രാത്രിയിൽ, ഇതേപോലൊരു തിങ്കളാഴ്ച രാവിൽ ആകാശലോകത്ത് നിന്ന് മലക്കുകളുടെ പ്രവാഹം നൽകി മക്കയിലെ ആമിന എന്ന ഒരു പാവപ്പെട്ട ഒരു അറബി പെണ്ണിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളില് ജീവന്റെ തുടിപ്പിന് ചലനം വെക്കുമ്പോ അതിന് മേൽനോട്ടം വഹിച്ചതാരാ? ആകാശലോകത്ത് നിന്ന് ആയിരക്കണക്കിന് മലക്കുകൾ ആത്മീയതയുടെ നായകന്റെ പ്രസവത്തിന് സാക്ഷ്യം വഹിക്കാൻ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ഇറങ്ങി വരികയാ. നിയോഗം തന്നെ അത്ഭുതമാണ്. നിയോഗത്തിന്റെ പ്രഭവത്തിന്റെ പ്രഥമമായ പടി തന്നെ അത്ഭുതമാണ്. ആമിന എന്ന അറബി പെണ്ണ് പ്രസവിക്കാൻ പോകുമ്പോൾ റളിയല്ലാഹു തആല അൻഹാ, ആമിന സാധാരണ പെണ്ണല്ല. ആമിനയുടെ ഉള്ളിലുള്ളത് ലോകത്തിന്റെ സാധാരണക്കാരിൽ അസാധാരണക്കാരനായ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആകാശലോകത്തിന്റെ മലക്കുകൾ ആനന്ദസുന്ദരരായി അവർ സന്തോഷത്താൽ ഉറക്കെ പറഞ്ഞു, ആമിനയുടെ ഗർഭാശയത്തിൽ ജീവന്റെ തുടിപ്പുകൾ വരുമ്പോ അറബ് ലോകത്തിന്റെ ഒരു കൊച്ചു വീട്ടിൽ ആയിരക്കണക്കിന് മലക്കുകൾ കാവൽ നിൽക്കുന്നു. അകത്തൊരറബി പെണ്ണ് ആമിന റളിയല്ലാഹു അൻഹാ അവിടെ കിടന്ന് പ്രസവ വേദനയിൽ പൊളയുന്നു. പ്രസവത്തിന് മേൽനോട്ടം വഹിച്ചതാരാ? ഹബീബായ മുത്തിന്റെ നിയോഗത്തിന് മേൽനോട്ടം വഹിച്ചതാരാ? കവിയുടെ വാക്കുകളെ കടമെടുത്തു പറഞ്ഞാൽ ജിബ്രീലു റവ്വാഹും ബിഹാദത്താറൂ, ജിബ്രീലു റവ്വാഹും ബിഹാദത്താറേ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ജിബ്രീൽ വരുന്നുണ്ട്, പോകുന്നുണ്ട്. ആകാശത്ത് നിന്ന് പിന്നെയും വരുന്നുണ്ട്. കല്യാണ വീട്ടിലെ കാര്യങ്ങൾ തിരക്കുന്ന കാരവണരെ പോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മേൽനോട്ടം വഹിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രസവത്തിന് മലക്കുകൾ സാക്ഷ്യം വഹിച്ചു. തിങ്കളാഴ്ച സുബഹിയോടടുത്ത നേരം, തിങ്കളാഴ്ച സുബഹിയോടടുത്ത നേരം, ആ സമയത്താണ് ഹബീബു സയ്യിദു മുഅബ്ബിദു والنور من وجناته يتوكل يا رب صل. തിങ്കളാഴ്ച പ്രഭാത നേരത്തിൽ ലോകത്തോട്ട് കടന്നു വന്നു. ചരിത്രപരമായ നിയോഗത്തെ ഏറ്റെടുത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഈ സലാത്തിനും പോരാ, ഞാൻ പ്രസംഗിക്കില്ല. ഈ സലാത്തിനും പോരാ, ഇത് അനുരാഗത്തിന്റെ തൂവൽ സ്പർശമാണ്. ഇത് ഇഷ്കിന്റെ ആശിക്യങ്ങളുടെ സദസ്സാണിത്. ഞാനിവിടെ പറയുന്നത് ഇഷ്കാണ്. പക്ഷേ ബഹുമാനരായ പ്രിയപ്പെട്ട മദീനയുടെ നറുമണം മലയാള മണ്ണിലേക്ക് നൽകിയ എന്റെ പ്രിയപ്പെട്ട ആത്മീയ സുഹൃത്ത് സന്ദേര പൂക്കോയ തങ്ങളെ സാക്ഷി നിർത്തി എച്ചി ഉസ്താദിനെ പോലെയുള്ള പണ്ഡിത പടുക്കള മുമ്പ് ഞാൻ ഒരുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാനൊന്നുകൂടി എന്റെ വിഷയത്തിന് ആമുഖമിടുകയാണ്. ഈ മഹാപാരമ്പര്യത്തിന്റെ പണ്ഡിത പലുക്കളുടെ മുമ്പ്, ബഹുമാനരായ സയ്യിദന്മാരുടെ മുമ്പ് ഞാൻ പ്രേമം പറയാൻ വന്നതല്ല, പാണ്ഡിത്യം വിളമ്പാൻ ഇന്നതല്ല വാക്കവേ. പാണ്ഡിത്യം പറയാൻ ഞാനൊരു പണ്ഡിതനല്ല, ലാളിത്യം പറയാൻ ഞാനൊരു സാത്വികനല്ല, പരിത്യാഗം പറയാൻ ഞാനൊരു പരിത്യാഗിയല്ല, സൂക്ഷ്മത പറയാൻ ഞാനൊരു സൂഫിയല്ല, വൈദഗ്ധ്യം പറയാൻ ഞാനൊരു വിദഗ്ധനല്ല, പാണ്ഡിത്യം വിളമ്പാൻ ഞാനൊരു പണ്ഡിതനുമല്ല. പിന്നെയോ ഞാൻ ആരെന്നറിയോ? ജുദ്ലീബി അഫ്രിക കാനൽ ഫഖീറു, ജുദ്ലീബി അഫ്രിക കാനൽ ഫഖീറു. അല്ലാഹുവേ, പാണ്ഡിത്യ
പാണ്ഡിത്യത്തിന്റെ ആദർശം ജീവിതത്തിലേക്ക് വരികയും ജീവിതത്തെ സൂക്ഷ്മതയോടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഈ മഹാപണ്ഡിത വര്യന്മാരുടെ മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ സൂഫി പണ്ഡിത പാരമ്പര്യത്തിന്റെ മുമ്പ് വഹാനൽ ഫഖീറു കർമ്മത്തിലും നർമ്മത്തിലും അറിവിലുമൊക്കെ ബാലാരിഷ്ടതകൾ പിന്നിട്ടിട്ടില്ലാത്ത വിനീതന് ഞാനൊരു പരമദരിദ്രനാണ്. വഹാനൽ ഫഖീറു ഞാനൊരു പരമദരിദ്രനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആയിഷ്കു പറയാ ഞാനൊരാശുക്കുമല്ല. എന്നാൽ സർവപാപികളും രക്ഷപ്പെട്ടത് ഇഷ്കു പറഞ്ഞിട്ടാണല്ലോ. എല്ലാവരും ജീവിതത്തിലേത് കൊടുമ്പാവിയുടെ ഹൃദയത്തിൽ ആത്മാവിന്റെ സ്വർഗത്തിന്റെ പരിമളത്തിലേക്ക് കൂടണത് ഈ ഇഷ്കു പറഞ്ഞപ്പോഴാണല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ ഈ ചൊല്ലുന്ന സലാത്തുകൾ ഈ പറയുന്ന ഇഷ്കുവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സുഹൃതമാക്കി നീ മാറ്റണേ അല്ലാ. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, പറയാനേറെയുണ്ട്. 5 മാസക്കാലം പ്രിയപ്പെട്ട ആമിന റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിലെത്തി പാലൂട്ടുമ്പോ അന്ന് മക്കയിലെ നിയോഗം പോലെ മക്കാ നഗരത്തിന്റെ അറബ് ലോകത്തിന്റെ പരമ്പരാഗതമായ ആചാരം പോലെ നഗരത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഗ്രാമാന്തരീക്ഷത്തിൽ കൊണ്ടുപോയി പാലൂട്ടി കൊടുക്കാറുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഈ നിയോഗം തുടങ്ങാം. ആദ്യം നിന്ന് ഈ സദസ്സിനെ സാക്ഷി വരുത്തിക്കൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണേ, ആത്മാവ് തുറന്നു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിനെ പാരമ്പര്യപ്രകാരം 5 മാസം ആമിന റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ നിന്ന് അന്നിങ്ങ് പാല് നുകർന്ന് അവസാനം നഗരത്തിൽ ജനിച്ച കുട്ടികളെ ഗ്രാമത്തിലേക്ക് പാലൂട്ടാൻ കൊടുക്കാറുണ്ട്. ഗ്രാമത്തിന്റെ സൗരഭ്യം പഠിക്കാൻ, ഗ്രാമത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാൻ, ഗ്രാമത്തിന്റെ ലാളിത്യം പഠിക്കാൻ, ഒരു ഗ്രാമത്തിന്റെ ലാളിത്യത്തിന്റെ സംസ്കാരം അവർക്ക് പകർന്നു നൽകാൻ അങ്ങനെ ഹലീമത്തു സഅദിയുടെ അടുക്കലേക്ക് പോവുകയാ. ആ സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഹലീമത്തു സഅദിയ നമുക്ക് ചിരപരിചിതമായ സൗദി അറേബ്യയിലെ മക്കാ നഗരത്തിൽ നിന്ന് തായിഫിലേക്ക് പോകുന്ന വഴി 80 കിലോമീറ്റർ അകലെ ബനൂ സായിദ ഗോത്രം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്റെ ചാവാറായ ഒട്ടകത്തെയും പിടിച്ചുകൊണ്ട് നഗരത്തിലെ കുട്ടികൾക്ക് പാലൂട്ടി ജീവിക്കുന്ന ഹലീമത്തു സഅദിയയും അവരുടെ ഭർത്താവും ഒട്ടകവും നടക്കുകയാണ് മക്കയിലേക്ക്. ആരെങ്കിലും കിട്ടുമോ പാലൂട്ടി കൊടുക്കാൻ? ആ ഒട്ടകത്തിന് നടക്കാൻ കഴിയാത്തത് കൊണ്ട് പട്ടിണി കിടന്ന് വയറുട്ടിയ ഒട്ടകം, നല്ല ശക്തരായ ഒട്ടകമുള്ളവരൊക്കെ നേരത്തെ മക്കയിലെത്തി പ്രമാണിമാരുടെ ഖുറൈശി പ്രമുഖരുടെ മക്കളെ മുഴുവൻ പാലൂട്ടാൻ എടുത്തുകൊണ്ട് പോകുമ്പോ ആനന്ദത്തിന്റെ ഇഷ്ട കേൾക്കുമോ? നിങ്ങൾ ജനിച്ച ഒരു നവജാത ശിശുവിന്റെ പ്രണയം കേൾക്കുമോ? ആ ഒട്ടകത്തിന് നടക്കാൻ കഴിയാതെ അവസാനം ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന ഒട്ടകം മെല്ലെ മെല്ലെ നടന്ന് മക്കയിലെത്തുമ്പോ നേരത്തെ വന്നവരെല്ലാവരെയും കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. അവസാനം ആരോ പറഞ്ഞുവത്രേ, ഒരു പാവപ്പെട്ട ആമിനയുടെ യതീമായ മോൻ അങ്ങനെ ബനൂ സായിദയിൽ നിന്ന് അന്വേഷിച്ചു വന്നപ്പോ മക്കയിലെത്തിയ പ്രവാചകന് ജനിച്ചിട്ട് 5 മാസം കഴിഞ്ഞപ്പോൾ ഒരു മേൽവിലാസമുണ്ടായിരുന്നു, അനാഥൻ. ആരും പറയുന്ന പേരതാണ്. നിയോഗത്തിന്റെ പ്രഥമഭാവത്തിലെ ആദ്യം കിട്ടിയ പേരാണ് അനാഥനാണ്. മക്കയിൽ അനാഥനായൊരു കുട്ടിയുണ്ട്, യതീമായൊരു കുട്ടി. നിയോഗം തന്നെ ഒരു അനാഥനായിട്ടായിരുന്നു. ആരോ പറഞ്ഞു പത്രം മുലയുട്ടാനെടുത്താൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെ ഹലീമത്തു സഅദിയ അവിടെ പോയി ആ കുട്ടിയെ കാണുന്നു. ആമിന ബീവി റളിയല്ലാഹു തആലയുടെ ചാരത്ത് പൊന്നമ്പിലെ തിങ്ങൾക്കല പുഞ്ചിരി തൂകി നിന്നതുപോലെ നൈർമല്യത്തിന്റെ മുഖഭാവത്തോടെ ആമിനയുടെ ചാരത്തൊട്ടി കിടക്കുന്ന ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. ഹലീമ നീ എത്ര ഭാഗ്യവതിയാണ് റളിയല്ലാഹു തആല അൻഹുന്ന. ഹലീമത്തു സഅദിയ നിങ്ങൾ എത്ര ഭാഗ്യവതിയാണ്. മടിത്തട്ടിലെത്തി ആദ്യം മുലയൂട്ടാൻ ഭാഗ്യം ലഭിക്കുമ്പോ നവജാത ശിശുവിന്റെ ഐശ്വര്യം ആദ്യം കണ്ടെത്തിയത് നിങ്ങളാണല്ലോ. നിങ്ങൾ ലോക ചരിത്രത്തിന്റെ പ്രമുഖയായല്ല ഹലീമ. തൃക്കരിപ്പൂരപ്പങ്ങളെ പെണ്ണാകുന്നത് ഇങ്ങനെയാണ്. അകത്ത് കയറി നോക്കുമ്പോ ഈ കുഞ്ഞിനെ കൊണ്ടുപോയാൽ ഒന്നും കിട്ടില്ലെന്ന് ഉറപ്പാക്കി ഹലീമത്തു സഅദിയ വെളിയിലോട്ടിറങ്ങും.
തുടങ്ങുമ്പോ ആ സമയത്ത് ഇറങ്ങി വരുന്ന ഹലീമയോട് ഭർത്താവ് പറഞ്ഞു, പത്ര ഹലീമ, നമ്മളിവിടെ വരെ വന്നിട്ടൊരു കുഞ്ഞിനെങ്കിലും കിട്ടാതെ തിരിച്ചു പോയാൽ തന്റെ ഗോത്രക്കാര് നമ്മളെ കളിയാക്കും ഹലീമ. അതുകൊണ്ട് നീ പോയി ആ കുഞ്ഞിനെങ്കിലും എടുക്കണേ ഹലീമ. അങ്ങനെയാണ് മുത്തുനബി അനുരാഗമുള്ളവന്റെ ഹൃദയത്തിലെ കയറിപ്പോകൂ. ആദ്യം പോയപ്പോ അനുരാഗമുണ്ടായിരുന്നില്ല ഹലീമക്ക്. വെറും കൈയോടെ ഇറങ്ങി വന്നു. രണ്ടാമത് ഭർത്താവിന്റെ വാക്ക് കേട്ട് തിരിച്ചു കയറി. തിരിച്ചു കയറിയപ്പോ ഹലീമ റളിയല്ലാഹു തആല അൻഹാ ആമിന ബീവി പറഞ്ഞു, പത്ര ഹലീമ, നിങ്ങൾക്ക് ഞാൻ എന്റെ കുഞ്ഞിനെ മുല കൂട്ടിത്തരാം. പക്ഷേ നിങ്ങൾ അറിയണം ഈ ചരിത്രം ഹലീമ. 5 ദിവസം മുമ്പ് ഞാൻ പ്രസവിക്കുന്നതിന് 5 ദിവസം മുമ്പ് എല്ലാ ദിവസവും രാത്രിയിൽ ആരോ ഒരാളുടെ കാതിൽ വന്ന് പറയുന്നുണ്ട്, നിന്റെ മകനെ മുലയൂട്ടാൻ കൊടുക്കുമ്പോ ബനീസായിദത്തിന് ബക്കറിന്റെ കുടുംബത്തിനെ നീ കൊടുക്കാവൂ. രണ്ടാമത് ഉദയ്യിബ്നു ബനീ സഖീഫ് ഗോത്രത്തിനെ കൊടുക്കാവൂ. 5 ദിവസമായിട്ട് എന്നോട് പറയുന്നുണ്ട്, നീ നിന്റെ കുഞ്ഞിന് മുലയൂട്ടാൻ കൊടുക്കുമ്പോ ഒന്നുകിൽ ബനൂ സഈദ് ഇബ്നു ബക്കറിന് കൊടുക്കണം, രണ്ടാമത് സഖീഫ് ഗോത്രത്തിന്റെ പ്രതിനിധിക്കും കൊടുക്കണം. ഇവർക്കല്ലാതെ മുലയൂട്ടല്ലേ ഹലീമ, എന്റെ പൊന്നു കൺമണിയെ മുലയൂട്ടല്ലേ ഹലീമ. അപ്പോഴാണ് ഹലീമത്തു സഅദിയ റളിയല്ലാഹു തആല പറഞ്ഞത്, ആശ്ചര്യം തന്നെ, ആശ്ചര്യം തന്നെ. അനമിന് ബനീ സായിദ, ഞാൻ ബനൂ സായിദ ഗോത്രക്കാരിയാണ്. എന്റെ ഭർത്താവാണോ ഉദയ്യിബ്നു സഖീഫ് ഗോത്രക്കാരനുമാണ്. ആകാശ ലോകത്തു നിന്ന് അനുമതി പ്രകാരമാണ് ഹലീമത്തു സഅദിയുടെ വീട്ടിലേക്ക് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാണം തുടങ്ങുന്നത്. പിന്നീട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞു പോയാൽ അനുരാഗത്തിന്റെ വിവരണം ഇങ്ങനെ അത്ഭുതകരമായി ആശയത്തിന് പിടികൊടുക്കാറ് അത്ഭുതകരമായി നടന്നു പോകുമ്പോ പറയേണ്ടത് പറയാൻ നമുക്ക് കഴിയാതെ പോകും. അല്ലാഹുവേ, മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണയല്ല. നമുക്ക് ചിരപരിചിതമായ മക്കയിൽ നിന്ന് 80 കിലോമീറ്റർ അകലമുള്ള ബനൂ സായിദ ഗോത്രത്തിന്റെ ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഹലീമത്തു സഅദിയയുടെ വീട്ടില് അല്ലാഹുവിന്റെ റസൂലിനെ താരാട്ട് പാടുമ്പോ ശൈമാ എന്ന പേരുള്ള 6 വയസ്സുള്ള ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ മോള് ഹബീബായ നബി തങ്ങളെ താരാട്ട് പാടുമ്പോ ആ സമയത്ത് താരാട്ട് പാടിയ പാട്ടേരാ. കൊച്ചുകാലഘട്ടത്തിലെ കളിത്തൊട്ടില് കിടക്കുമ്പോ ശൈമാ എന്ന പേരുള്ള 6 വയസ്സുള്ള ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ മോള് അല്ലാഹുവിന്റെ റസൂലിനെ താരാട്ട് പാടിയ താരാട്ടേതാ. യാ റബ്ബനാ അബ്ഖി അഖി മുഹമ്മദാ ഹത്താ റആഹു നാഫിഅൻ വ അംറദാ ഹദാ ഖുല്ലി ലം തലിദുഹു ഉമ്മി ഹദാ ഖുല്ലി ലം തലിദുഹു ഉമ്മി. ഹലീമത്തു സഅദിയയുടെ 6 വയസ്സുള്ള ശൈമാ എന്ന പെണ്ണിന്റെ പാട്ടാണിത്. ഈ കളിത്തൊട്ടിൽ ചന്ദ്രനമുഖത്തെ പോലെ നാണിക്കുന്ന പ്രശോഭനയോടെ കിടക്കുന്നതാരാ? ഇതെന്റെ കൂടെ പിറപ്പാണ്. അല്ലാഹുവിന്റെ റസൂലിന് കൂടെ കളിക്കാൻ ഒരാളില്ലാതിരുന്ന അനാടത്വത്തിന്റെ കാലഘട്ടത്ത് അങ്ങനെ ഒരു പെൺകുട്ടി താരാട്ട് പാടുകയാ. ഇതെന്റെ കൂടെ പിറപ്പാണ്. പക്ഷേലം തലിദുഹൂമ്മി, ഇതെന്റെ ഉമ്മ പ്രസവിച്ച സഹോദരനല്ല, എന്നാൽ എന്റെ സഹോദരനാണ്. ഒരു ഉമ്മ പ്രസവിച്ചതല്ലെങ്കിലും എന്റെ സഹോദരനാണ്. അങ്ങനെ വരുന്നവന്റെ മനസ്സിൽ പോലും ആനന്ദമായി കടന്നുകൂടൂ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം ഈ നിയോഗത്തിന്റെ പൊരുളുകളിലേക്ക്. ആ പ്രവാചകന്റെ നിയോഗം പിന്നെ തൊട്ടിലിൽ നിന്ന് പിന്നെ കൗമാരത്തിലായി, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലായി, യൗവനത്തിൽ നിന്ന് പ്രബോധനത്തിലായി, പ്രബോധനത്തിൽ നിന്ന് പ്രതിസന്ധിയിലായി, പ്രതിസന്ധിയിൽ നിന്ന് പ്രകോപനത്തിലായി, പ്രകോപനത്തിൽ നിന്ന് പിന്നെ ദശാസന്ധികളിലായി, ആ പ്രതിസന്ധിയിൽ നിന്ന് പിന്നെ വിജയത്തിലേക്കായി, വിജയത്തിൽ നിന്ന്
നിന്ന് പിന്നെ ത്യാഗത്തിലേക്കായി, ത്യാഗത്തിൽ നിന്ന് പിന്നെ വിയോഗത്തിലേക്കായി. നാളെ അവസാനിക്കുമ്പോൾ നമ്മൾ അവിടെയാണ് എത്തുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് മുതലേ നിയോഗമാണ്. ആരെന്നെയുമോ ഏറ്റവും നല്ല പിതാവായി, ഏറ്റവും നല്ല ഭർത്താവായി, ഏറ്റവും നല്ല അയൽക്കാരനായി, ഏറ്റവും നല്ല ഉടമയായി, ഏറ്റവും നല്ല സൈന്യാധിപനായി, ഏറ്റവും നല്ല നേതാവായി, ഏറ്റവും നല്ല ഇമാമായി എല്ലാം മാറി നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പോരാ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ ഞങ്ങൾ ആരംഭിക്കുകയാണ്. തൃക്കരിപ്പൂരിലെ ഈ മണൽത്തരിയിൽ ഞങ്ങൾ അറബിയിലേക്ക് കടക്കുന്ന നബിയെ എല്ലാം അങ്ങയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നബിയെ യാ സയ്യിദ സാദാത് ജിതുക കാസിദാ അർജൂ ഇലാക വഹ്തമി ബിഹിമാക. ലോകത്തിന്റെ നേതാവായ നബിയെ, അല്ലാഹുവിന്റെ തിരുദൂതരെ നിങ്ങൾ ആരംഭിക്കുകയാണ്. അങ്ങയുടെ പുണ്യത്തെ ഞങ്ങൾ ഓർക്കുകയാണ്. എല്ലാം നശിച്ചു പോയൊരു ലോകത്ത്, രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ലോകത്ത് അങ്ങേ വിശ്വസിച്ചവനെ 6-ാം നൂറ്റാണ്ടിലെ അബൂജഹലാണ് കൊന്നതെന്ന് അങ്ങയിലേക്ക് ആമനബിഹിയായി വന്നവന്, അങ്ങയിലേക്ക് കടന്നു വന്നവന് തിരൂരിന്റെ മണ്ണിൽ കൃഷ്ണൻ നായരുടെ മകൻ അനിൽകുമാർ ഫൈസലായപ്പോ നാളെ ഗൾഫിലേക്ക് പോകാനിരുന്നവനെ മലത്തി കടത്തി മാറിടത്തിലേക്ക് കത്തികുത്തി കയറ്റുമ്പോ നബിയെ ഇന്നും അങ്ങയുടെ സലാത്തിന്റെ ചാരത്തോട്ട് വന്നവനോട് ഇരുട്ടിന്റെ ശക്തികൾക്ക് പ്രകോപനമാണ്. അതുകൊണ്ട് എല്ലാം അങ്ങയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ തുടങ്ങുകയാണ് നബിയെ, എല്ലാം അങ്ങയിലേക്ക് സമർപ്പിച്ചിട്ട് ജമീനോ സമാൻ തുമാരേ ലിയേ, ജമീനോ സമാൻ തുമാരേ ലിയേ, മക്കീനോ മക്കാൻ തുമാരേ ലിയേ, സുനിയോ ചുനാ തുമാരേ ലിയേ, जहानो बने दो जहान तुम्हारे लिए, जमीनो समान तुम्हारे लिए. കാലവും അങ്ങേ കാണി നബിയെ, ലോകവും അങ്ങേ കാണി നബിയെ, മക്കീനോ മക്കാൻ തുമാരേ ലിയേ. ഈ സ്ഥലവും അങ്ങേ കാണ്, ഭവനവും അങ്ങേക്ക്, നിവാസിയും അങ്ങേക്ക്, ഭവനവും അങ്ങേക്ക്. ലോകത്തിന്റെ ഏതൊക്കെ പാരസ്പര്യങ്ങളുണ്ടോ അതെല്ലാം അങ്ങേ കാണി നബിയെ. അതുകൊണ്ട് നമുക്ക് ഈ സലാത്തോടെ തുടങ്ങാം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകത്വത്തിന്റെ ഒരു നിയോഗം ലോകത്ത് സമാനതകളില്ലാത്തൊരു നിയോഗമായിരുന്നു. തന്റെ ജീവിതത്തിൽ ആ നിയോഗം എല്ലാവർക്കും മാതൃകയായി. ഭാര്യയ്ക്ക്, ഭർത്താവിന്, ഉടമയ്ക്ക്, തൊഴിലാളിക്ക്, മുതലാളിക്ക്, മകന്, പിതാവിന് എന്ന് വേണ്ട അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ ജീവിതവുമായി സംവദിക്കുകയായി. ഇൻഷാ അല്ലാഹ് നമുക്കതിന്റെ ഓരോ ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറവൻഷന്മാരെ ഉറക്കെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളാ നോട്ടുപോയ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതൊന്നൊരു ബഹളമാക്കണ്ട, അതൊക്കെ പോകട്ടെ. ആദ്യം അവർ നമ്മുടെ ഭക്ഷണത്തിൽ തൊട്ടു, അന്ന് നമ്മൾ മൗനികളായി. രണ്ടാമതവർ നമ്മുടെ ആദർശത്തിൽ തൊട്ടു, അന്ന് നമ്മൾ മൗനികളായി. മൂന്നാമത് അവർ നമ്മുടെ ഹൃദയത്തിൽ തൊട്ടു, നോട്ടിൽ തൊട്ടപ്പോൾ നമ്മൾ വാചാലരായി. അതാണ് പ്രശ്നം. ആദ്യം അവർ ഭക്ഷണത്തിൽ തൊട്ടു, അപ്പോൾ നമ്മൾ മൗനികളായിരുന്നു. രണ്ടാമതവർ ആദർശത്തിൽ തൊട്ടു, അപ്പോൾ നമ്മൾ മൗനികളായി. മൂന്നാമത് അവർ നമ്മുടെ ഹൃദയത്തിൽ തൊട്ടു, അപ്പോൾ നമ്മൾ വാചാലരായി. ഇനി അവർ കഴുത്തിൽ പിടിക്കുന്നതിന് മുമ്പ് ഒത്തൊരുമിച്ച് നിന്ന് കഴിയില്ല എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ വരാനിരിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീരുക്കളായി ഇന്ത്യൻ മുസൽമാൻ അവർ അടയാളപ്പെടുത്തപ്പെടും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും. അള്ളാഹു കൂത്തുരുമയെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പറയാനേറെയുണ്ട് ഈ റബീ പ്രഭാഷണത്തിൽ. പക്ഷെ എല്ലാം പറയാൻ പറ്റില്ല. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
യഥാർത്ഥത്തിൽ ഹബീബായ നബി തങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം തിരിച്ചു വരികയാണ്. യഥാർത്ഥ ദീൻ പറയാൻ കഴിയും. ഇന്ന് നമ്മുടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം യഥാർത്ഥ ദീൻ എന്താണോ ആ ദീൻ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ എന്റെ സുന്നത്തിനെ കയ്യിൽ പിടിക്കുന്നവൻ കൽഖാബിലി അലൽ ജംദ്, തീക്കട്ട കയ്യിൽ മുറുകെ പിടിച്ചവന്റെ അവസ്ഥയിലാണെന്ന് മുത്തുനബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് സമകാലീന ലോകം കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദർശനങ്ങളെ സമകാലീന സമസ്യകളുടെ പൂരണമില്ലാത്ത ലോകത്ത് അവതരിപ്പിക്കാൻ നാം ശ്രമിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. ഉറക്കെ പറയും, മുത്തുനബിയുടെ നിയോഗം എന്തായിരുന്നു? ആ നിയോഗം ഒരു പിതാവായി, ഒരു പിതാവായി, ഒരു മകനായി, ഒരു നേതാവായി, ഒരു സാമ്പത്തിക പരിഷ്കർത്താവായി ഒക്കെ അള്ളാഹുവിന്റെ റസൂലായിട്ടുണ്ട്. പ്രവാചകന്റെ സാമ്പത്തിക ശാസ്ത്രം ഇപ്പോഴത്തെ ലോകത്ത് വലിയ പ്രസക്തമാണ്. ഖുർആൻ പറഞ്ഞതായി ശരി, ഒരു സമൂഹത്തിന്റെയും ഒരു ജനതയുടെയും അടിസ്ഥാന പ്രമാണമായ സാമ്പത്തിക വ്യവസ്ഥയെ വിഡ്ഢികളുടെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. പരിണിത ഫലങ്ങൾ അറിയാതെ സാമ്പത്തിക വ്യവസ്ഥയെ കൈകാര്യം ചെയ്യുന്നവരുടെ കയ്യിൽ നിങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ്. വരും വരായികളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സമൂഹം സാമ്പത്തിക മേഖലയെ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ഈ അവസ്ഥ സംജാതമായത് എന്ന് ഖുർആനിക ദർശനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ സംവദിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നവർക്ക് വരാനിരിക്കുന്ന ദുരന്തങ്ങളെ നോക്കിക്കാണാൻ കഴിയാതെ പോയി. എന്നാൽ അതിനേക്കാൾ മുകളിലിരിക്കുന്നവരുടെ അവസ്ഥ എന്തായി? കാലത്ത് ഇന്നൽ മുലൂക ഇദാ ദഖലൂ ഖറിയതൻ അഫ്സദൂഹാ വജഅലൂ അഇസ്സത അഹ്ലിഹാ അദില്ല. ഒരു ഏകാധിപതി ജനാധിപത്യത്തിന്റെ സംവിധാനത്തോട് സമരസപ്പെടാൻ കഴിയാതെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്ന ഒരു ഏകാധിപതി ലോകത്ത് അധികാരത്തിൽ വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വജഅലൂ അഇസ്സത അഹ്ലിഹാ അദില്ല. അഫ്സദൂഹാ, ഒരു നാടിന്റെ സന്തുലിതാവസ്ഥയെ അവർ തകിടം മറിക്കും. വജഅലൂ അഇസ്സത അഹ്ലിഹാ അതില്ല. അഭിമാനത്തോടെ ജീവിച്ചവരെ അവർ അപമാനത്തിന്റെ വക്താക്കളാവും. അവർ അഭിമാനത്തോടെ ജീവിച്ചവരെ മറ്റുള്ളവന്റെ മുമ്പിൽ കൈനീട്ടേണ്ട യാചകരായി ATM-ലോ ബാങ്കുകളിലോ ക്യൂ നിൽക്കേണ്ട അവസ്ഥയിൽ അവർ സമൂഹത്തെ പരിവർത്തിക്കുമെന്ന് ഖുർആൻ പറഞ്ഞത് നമ്മുടെ സമകാലീന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ എത്രത്തോളം ശരിയാണ് എന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം എന്ന് ഞാൻ എന്റെ സമൂഹത്തോട് ഓർമ്മിപ്പിക്കാൻ. ഇനി ഈ അവസ്ഥയെക്കുറിച്ച് അപ്പുറത്തോട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. കേസെടുത്ത കുടുംബം ഒന്നാമത് കാഞ്ഞങ്ങാട് കേസിന്റെ ബഹളോ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ ഒരു വലിയ വേദഗ്രന്ഥമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പതിയെ പറഞ്ഞോളാം. അള്ളാഹുവിന്റെ റസൂലിന്റെ നിയോഗം പറയുമ്പോൾ ഖുർആനിന് ഏത് സംഭവമായിട്ടും ഖുർആനെ നമുക്ക് യോജിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഖുർആനിന്റെ സാർവകാലികത. ഏതുമായും അള്ളാഹുവിന്റെ ഖുർആനാണ് ഈ പറഞ്ഞത്. സുഫഹാക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന വലിയ വിഷയമാണ്. ഇപ്പൊ നമുക്ക് ആ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന സുന്നത്തായ തലപ്പാവുള്ള ആളെ കാണുമ്പോൾ അറിയാതെ പറയേണ്ടി വരും, നിങ്ങളെ ഞങ്ങൾ മിണ്ടാപ്രാണി എന്ന് വിളിച്ചെങ്കിലും നിങ്ങൾ നമ്മളെ ഇത്രത്തോളം ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. നിങ്ങൾ മിണ്ടാപ്രാണി നിങ്ങൾ നമ്മൾ ഒത്തിരി വിളിച്ച് കളിയാക്കിയിരുന്നെങ്കിലും നിങ്ങൾ മിണ്ടാപ്രാണിയാണെങ്കിലും മനസ്സിലൊരു വിശാലതയുള്ള ആളായിരുന്നെന്ന് ആ ഡൽഹിയിലെ പഴയ തലപ്പാക്കെട്ടുകാരനോട് നമ്മൾ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതിനൊക്കെ ബദലുണ്ട്, പക്ഷെ ഈ പ്രസംഗത്തിൽ ഞാൻ പറയുന്നില്ല. ഇതിന് ബദൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സാമ്പത്തിക ശാസ്ത്രം, അതാണ് ഇതിന്റെ ബദൽ. ഇതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. പക്ഷെ ഇത് റബീഉ പ്രഭാഷണമായതുകൊണ്ടും അതുകൊണ്ടാണ് ജംസ് സ്കൂള് എന്ന് പറയുന്നിടത്ത് ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ആത്മീയ ഭൗതിക വിദ്യാഭ്യാസ സമന്വയ അക്ഷര ആവിഷ്കാര വിപ്ലവത്തിന് ഈ 10 പദ്ധതികൾ കുറിക്കപ്പെട്ടു. ഇതിവിടെ നടന്നേ മതിയാവും. ജംസ് സ്കൂൾ ഇങ്ങനെയാണെങ്കിൽ എന്നെ പ്രസംഗത്തിൽ വിളിക്കാന്നൊക്കെ ഞാൻ ചോദിച്ചു, സ്കൂളിന് വേണ്ടി വന്ന് വാങ്ങു പറഞ്ഞാൽ കാശ് തരുമോ? പക്ഷെ ഇപ്പൊ എനിക്ക് വന്നപ്പോ തോന്നുന്നു ഈ സ്കൂളിന് കാശ് കൊടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആർക്കാ കൊടുക്കുക? ഇതിന് കൊടുക്കണം. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടം ആഗ്രഹിച്ച ഒരു വിദ്യാഭ്യാസ മുന്നേറ്റമാണ്. അള്ളാഹു ഈ നാടിനെ അങ്ങനെ ആക്കി തരുമാറാകും. തൃക്കരിപ്പൂരിനെ സംബന്ധിച്ചോളം വാർത്തകളിൽ ഇടം പിടിച്ച ഒരു നാട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ആ ഒരു കരിനിഴലുകളൊക്കെ മാറ്റി നമ്മുടെ ഈ സമൂഹത്തിന്റെ പുതുതലമുറയെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ അഖണ്ഡതയ്ക്കും നമ്മുടെ ബഹുസ്വരതയ്ക്കും നമ്മുടെ സാഹോദര്യത്തിനും വക്താക്കളാവുകയും അതോടൊപ്പം തന്നെ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരു ആത്മീയ ഭൗതിക സമന്വയമാക്കി മാറ്റാൻ ഈ സ്കൂൾ മുമ്പോട്ട് പോകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ.
ദറസ് മാത്രം ഉണ്ടായാ പോരാ, പള്ളി മാത്രം ഉണ്ടായാ പോരാ. പള്ളി ഉണ്ടായിട്ട് കാര്യമില്ല, അവിടെ സുബഹിക്കും ഇശാക്കും ആളുകൾ നന്നായിട്ടുണ്ടാവണം. ഒരു നാട്ടിലെ ദീൻ എന്താന്ന് ചോദിച്ചാൽ അതിന്റെ അടയാളം ആ നാട്ടിലെ പള്ളിയിൽ സുബഹിക്കും ഇശാ നമസ്കാരത്തിനും എത്ര ആളുകൾ ജമാഅത്തിൽ പങ്കെടുത്തു എന്നതാണ് ആ നാടിന്റെ ദീൻ. വേറെ ഒന്നും നോക്കണ്ട. സുബഹിക്കും ഇശായുടെയും ജമാഅത്തിന് നാട്ടിലെ പള്ളിയിൽ എത്ര പേരുണ്ടായിരുന്നു, അതാണ് ആ നാട്ടിലെ ദീൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാം നമുക്ക് പറയാം, സമയം വൈകിട്ടില്ലല്ലോ അല്ലേ. ഓരോന്നായി എന്റെ സഹോദരിമാരൊക്കെ നന്നായിട്ട് കേൾക്കണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഞാൻ ആമുഖമേ പറഞ്ഞിട്ടുള്ള വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് കടക്കാൻ. നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സ് 7 മണിക്ക് തുടങ്ങും. ഞാൻ വന്നാൽ ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഞാൻ ഒരിടത്തോട്ടും പോണില്ല, ഞാൻ തൃക്കരിപ്പൂര് തന്നെയുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ നാളെ എനിക്ക് വേറെ എടുത്തും കൂടെ കൃത്യം 7 മണിക്ക് മഗ്രിബ് നിസ്കരിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വരിക. എന്നാലേ ഒരു മിനിറ്റ്, എന്നാലേ അഷ്റഫ് ഇപ്പൊ പോകരുത്, പോകാൻ പറ്റും. എന്നെ വിളിച്ചിവിടെ കൊണ്ടുപോയിട്ട് മൂപ്പരെ മുങ്ങാൻ നിൽക്കുക. ഞാൻ കോട്ടയത്ത് നിന്നാണ് ഇന്നലെ പ്രസംഗം കഴിഞ്ഞ് ഇതുവരെ ഓടിയെത്തിയത്. അതിന്റെ ഒരു ക്ഷീണം നന്നായിട്ടുണ്ട്. എന്നാലും ഞാൻ പ്രസംഗത്തെ പ്രകടിപ്പിക്കൂല, ആരും എഴുന്നേക്കണ്ട. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ സദസ്സത് നന്നായി മനസ്സിലാക്കണം. സലാത്തുകൾ ഉണ്ടാവണം. നാളെ 7 മണിക്ക് തുടങ്ങിയാലേ നമ്മുടെ അവസാനത്തെ സലാത്തിലും ദുആയ്ക്ക് നമുക്ക് സമയം കിട്ടും. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ ചൊല്ലുന്ന സലാത്ത്, നാളെ ചൊല്ലുന്ന സലാത്ത്, അതുകൊണ്ട് എല്ലാവരും ചൊല്ലണം. നാളെ അവസാനം നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അല്ലാഹു സ്വീകരിക്കട്ടെ. ആദ്യം നബി എന്ന ഭർത്താവ്, നബി എന്ന പിതാവ്, നബി എന്ന വീട്ടുടമസ്ഥൻ, റസൂൽ എന്ന നേതാവ്, ഇതൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാണ്. അത് ഇന്ന് പറഞ്ഞാലേ നാളെ വഫാത്താണ്, നാളെ വിയോഗമാണ്. വഫാത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു കണ്ണീരലിപ്പിച്ച കഥയാണ്. നാളെ വഫാത്ത് കേൾക്കാൻ നേരത്തെ വരീൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നേരത്തെ എത്തൂലേ? വീട്ടിരുന്നിട്ട് എന്ത് കഥ, ആകെ ഒരാഴ്ച 2000 റുപ്യല്ലേ കിട്ടൂ. അതിനപ്പുറത്തോട്ട് കിട്ടിയാലല്ലേ പിന്നെ അന്തിക്ക് അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. ഇതിപ്പോ ഒരു സയ്യിദ് ദുഖാനി കാജാബീട് വലിക്കാനുള്ള കാശ് പോലെ ഒരാഴ്ച കിട്ടൂല്ലെങ്കിൽ പിന്നെ നമ്മളിത് ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്? യഥാർത്ഥത്തിൽ ഇതാണ് പ്രശ്നം. ഇവിടെ ഇപ്പൊ എല്ലായിടത്തും പൊതുപൊടിയാണ്. ഞാൻ തുടങ്ങുകയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇരുന്ന ഞാൻ നബി എന്ന ഭർത്താവിനൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞുതരാം, നന്നായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ ഇത് കേട്ടിട്ട് അതുപോലെയാവും. അവർക്ക് നിങ്ങളോട് വല്ലാത്ത പ്രേമവും ഇഷ്ടവും ഒക്കെ വർദ്ധിക്കും. അങ്ങനെയൊക്കെ വർദ്ധിക്കണമെങ്കിൽ കയ്യിലെ വള എന്റെ കയ്യിൽ തരണം. ഞാനിപ്പോ ഒരു കാര്യം, റബീഉ പ്രഭാഷണമാണ്, അൽഹംദുലില്ലാ. നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞ് തുടങ്ങാൻ. നിങ്ങൾ ഇതിനോട് നന്നായി സഹകരിക്കണം. സഹകരിക്കൂലേ? കാസർഗോഡുകാർ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത്രയും ആവേശമുള്ള, ദീനിനോട് ആവേശമുള്ള ആളുകൾ വളരെ കുറവാണ് കേരളത്തിൽ. പക്ഷെ ആവേശം ചിലപ്പോൾ നബിദിനത്തിന് പട്ടാള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുടുങ്ങുന്നല്ലാതെ, ഒത്തിരി ആവേശമായി പോകുന്നല്ലാതെ ഇത്ര സ്നേഹിച്ച നക്കിക്കൊല്ലും, വെറുത്ത ഞെക്കിക്കൊല്ലും. എന്നാൽ സ്നേഹമാണ് കൂടുതലും. അവിടെ വെച്ച് റബീൽ ഞാൻ തുടങ്ങാം. ഇന്നലെ ഞാൻ കോട്ടയത്താണ് ഈ സമയത്ത് പ്രസംഗം ലൈവായിട്ട് കേൾക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ ഇതേപോലെ പ്രൗഢഗംഭീരമായ ഇതിന്റെ ഇരട്ടിയുള്ള ഒരു സദസ്സ്. ഒരു സഹോദരനെ കാണാമെന്ന് ഉസ്താദെ, 14 വർഷമായി കുട്ടികളില്ല. ഞാനവിടെ പേപ്പർ വായിച്ചതാണ്, MFIPയുടെ ലൈവിലൂടെ എല്ലാവരും ഇത് കേട്ടതാണ്. ഉസ്താദെ, മകൾക്കൊരു വലിയ ഹാർട്ടിന് ഹോള് വന്നു, ഡോക്ടർ ഓപ്പറേഷൻ നിർദ്ദേശിച്ചു. ഉസ്താദിന്റെ സദസ്സിന് ഞാൻ ആ സദസ്സിലിടുന്നൊരു സംഖ്യ വാഗ്ദാനം ചെയ്തു. അൽഹംദുലില്ലാ, ഓപ്പറേഷനൊക്കെ ഒഴിവായി. ഉസ്താദ് ഒന്ന് കാര്യമായിട്ട് ദുആ ചെയ്യണേ, ഇത് വരാതെ. ഇന്നലെ ലൈവായി MFIPയുടെ ലൈവ്, ഇപ്പോഴും അത് കേട്ടോണ്ടിരിക്കുന്നുണ്ട് ആളുകൾ വിദേശത്തൊക്കെ. അള്ളാഹു അവരുടെയൊക്കെ ദുആകളെ അള്ളാഹു സ്വീകരിക്കട്ടെ. ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിൽ അങ്ങ് അകലെയിരുന്ന അറബ് മണ്ണിലും വിദേശത്തും സ്വദേശത്തും ഇരുന്ന് കേൾക്കുന്ന സാധുക്കൾ, അവരെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് ഈ സദസ്സിൽ ഞാൻ ആദ്യം
എന്റെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെയോ. ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു തആലയുടെ ഒട്ടകം അങ്ങോട്ട് നടന്നു പോകുമ്പോ അതിന് വിശപ്പ് കാരണത്താൽ നടക്കാൻ കഴിയാതെ എത്രയോ ആളുകളായി ഹലീമയുടെ വീട്ടിൽ അടുപ്പ് കൊടുത്തിട്ട് ദാരിദ്ര്യത്തിന്റെ മടുപ്പത്തിൽ ജീവിച്ച ഹലീമ റളിയല്ലാഹു തആല അൻഹുന ആമിന ബീവിയുടെ മുത്തുമോനെ കയ്യിലെടുത്തിട്ട് ആ ഒട്ടകത്തിന്റെ മുകളിലോട്ട് കയറ്റി വെക്കേണ്ട താമസം ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് പറയാ, ഞാൻ ആ കുഞ്ഞിനെ ഹലീമയുടെ കയ്യിലേക്ക് തന്നു. കയ്യിലേക്ക് എടുത്ത മുത്തിന്റെ മുഖത്തേക്ക് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ട് ഹലീമയോട് പറഞ്ഞു, ഹലീമ, ഈ കുഞ്ഞു ലോകത്തേതോ അത്ഭുതത്തിന് നിയോഗിക്കപ്പെട്ട പൊന്നുമോനാണ്. അതുകൊണ്ടാണ് അല്ലാഹു നമ്മുടെ കയ്യിൽ ഇതിനെ ഏൽപ്പിച്ചത്. ഇത് വരാതിരിക്കുന്ന ലോകത്തിലെ ചരിത്രത്തിന് നായകത്വം കൊടുക്കേണ്ട മകനാണ്. ആ കുഞ്ഞിനെ എടുത്തു ഞാൻ അതേവരെ നടക്കാൻ പോലും കഴിയാതെ വേച്ച് നടക്കുന്ന എന്റെ ഒട്ടകത്തിന്റെ മുകളിലോട്ട് വെച്ചപ്പോ ആ കുഞ്ഞുമോന്റെ സ്പർശനമേറ്റപ്പോ അതേവരെ തണുത്ത് നടത്തുപോയ ഒട്ടകത്തിന്റെ അകടിലതാ പാല് ചുരത്താൻ തുടങ്ങി. ഇതാണ് മുത്തുറസൂൽ, ഇതാണ് മുത്തുറസൂൽ. പാല് ചുരത്താതെ ചാവാലിയെ പോലെ നടന്നുപോയ നടക്കാൻ കഴിയാത്ത ക്ഷീണിതരായ ഒട്ടകത്തിന്റെ മുകളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ എന്ന നവജാത ശിശുവിന്റെ ശരീരത്തിന്റെ സ്പർശനം കിട്ടിയപ്പോ ആ ഒട്ടകത്തിന്റെ അകടിലൂടെ പാല് തുരത്താൻ തുടങ്ങി. ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് പറയാ, ഇത് കെട്ടുകഥയല്ല, ഇത് ഐഹികമല്ല, മാറി നിന്ന് നിരാകരിക്കണ്ട. ഇത് പ്രമാണ പ്രബദ്ധമല്ലെന്ന് പറയണ്ട. ചരിത്രത്തിന്റെ പ്രമാണങ്ങളിൽ സുന്ദരമായി രേഖപ്പെടുത്തിയ ചരിത്രമാണ് ഇത്. പ്രമാണ പ്രബദ്ധമായ ചരിത്രം തന്നെയാണ്. നിരാകരിക്കണ്ട, അതിശയോക്തി കലർത്തണ്ട. അതിലേക്ക് സ്പർശനമേറ്റപ്പോ മെലിഞ്ഞ ഒട്ടകത്തിന്റെ അകടിലൂടെ പാല് ചുമറ്റാൻ തുടങ്ങി. ഭർത്താവ് പറയുന്നു, ഞാനത് വാരിയെടുത്ത് ഒരു പാത്രത്തിലെടുത്ത് ഞാൻ എന്റെ മകന് കുടിപ്പിച്ചു, എന്റെ ഭാര്യക്ക് കുടിച്ചു, ഞാനും ആവോളം കുടിച്ചു. 80 കിലോമീറ്റർ അകലെ ബനൂ സായിദയുടെ ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഹലീമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തുന്നത് വരെ ആ ഒട്ടകത്തിന്റെ അകടിലൂടെ പാല് ചുരത്തിക്കൊണ്ടേയിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സഹോദരി, തൃക്കരിപ്പൂരിലെ സഹോദരി, ജീവിതത്തിൽ ഏത് പ്രയാസങ്ങൾ വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും 1000 പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മളെ വേട്ടയാടുമ്പോ പാതിരാ സമയത്ത് നിസ്കാരപ്പായ കണ്ണുനീര് കൊണ്ട് കുതിർന്നു അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ പ്രയാസങ്ങൾ ആരും മാറ്റിത്തരുമല്ല. എന്റെ കടങ്ങൾ, എന്റെ പ്രയാസങ്ങൾ, എന്റെ മാറാരോഗങ്ങൾ, എന്റെ ആധികൾ, എന്റെ വ്യാധികൾ എവിടെയാണ് റബ്ബേ ഒരു സമാധാനം കിട്ടുക? കബ്സേ കടീഗയാ റബ്ബ് ഉമ്മീദ് കെ സഹാറേ മേരാ ദിൽ ന ജാനേ മേനെ കിസി തരഹ് സെ പുകാരേ. അല്ലാഹുവേ, എവിടേക്ക് തിരിഞ്ഞിട്ട് കരയണമെന്ന് എനിക്കറിയാത്ത രീതിയിൽ നാലുപാടും തിരിഞ്ഞു നിന്ന് കരഞ്ഞ് 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 എന്റെ കണ്ണുനീര് വറ്റിപ്പോയി. അല്ലാഹ്, എന്റെ മക്കൾ എന്റെ പരീക്ഷണമായോ, എന്റെ സമ്പത്ത് പരീക്ഷണമായോ. മനസ്സിന് സങ്കടമുണ്ടോ? ആ സങ്കടങ്ങൾ മാറാൻ ഒരേ ഒരു മരുന്നേയുള്ളൂ. സ്വലാത്തു അലൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വറ്റിക്കടന്ന ഒട്ടകത്തിന്റെ അകട്ടില് പാലുവാൽ ഏത് മുത്തിന്റെ സ്പർശനമേറ്റപ്പെടാണോ ആ മുത്തിന്റെ പേര് സ്വലാത്ത് എന്നിട്ട് ദുആ ചെയ്താൽ നമ്മുടെ ജീവിതത്തിന്റെ വരൾച്ച മാറും, പ്രയാസങ്ങൾ മാറും. അതുകൊണ്ട് എന്റെ വിഷയം അല്ലാഹുവിന്റെ റസൂൽ എന്ന പിതാവിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ്, ഭർത്താവിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ്, നേതാവിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് അല്ലാഹുവേ, അല്ലാഹുവേ, ഈ സ്വലാത്തോടെ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. ഈ ബഹുമുഖ പദ്ധതിക്ക് വേണ്ടി, ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി സ്വരൂപിക്കാനൊരു ബക്കറ്റുമായി സംഘാടകർ വരുന്നുണ്ട്. എല്ലാവരും സ്വലാത്ത് ചൊല്ലുന്നതിനോടുകൂടെ ഇനിയാണ് നമ്മുടെ വിഷയാവതരണം തുടങ്ങുക. ആ സ്വലാത്ത് ചൊല്ലുന്നതോടുകൂടെ ഒരാളും ഒഴിവാകരുത്, ഒരാളും ഒഴിവാകരുത്. 1000 രൂപ ആർക്കും വേണ്ട, 500 ആർക്കും വേണ്ട, കോഴിക്കച്ചവടക്കാരുടെ 1000
വേണ്ട, മത്തി കച്ചവടക്കാരനും 1000 വേണ്ട, പെട്ടി കച്ചവടക്കാരനും 1000 വേണ്ട, ജൂവല്ലറിക്കാരനും 1000 വേണ്ട, അയൽപക്കക്കാരനും 1000 വേണ്ട. ആർക്കും എന്തെങ്കിലും മോനെ വേണ്ട ഒരാളുണ്ട്. നോട്ട് നിരോധനത്തിന്റെ മറിവിൽ ചില ആളുകൾ 1 ലക്ഷം കൊടുത്താൽ 75,000 തിരിച്ചു കൊടുക്കുമത്രേ, 75,000 തിരിച്ചു കൊടുക്കുമത്രേ. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ നോട്ടുണ്ടോ? 1 ലക്ഷം എന്നാൽ 10 ലക്ഷം തിരിച്ചു തരാൻ ഒരു വ്യവസായിയുണ്ട്, ഒരു മുതലാളിയുണ്ട്, ഒരു ഉടമസ്ഥനുണ്ട്. 1 ലക്ഷം കൊടുത്താൽ 75,000 അല്ല, 1 ലക്ഷം കൊടുത്താൽ 10 ലക്ഷം. ആ ഉടമസ്ഥനാലെന്നറിയുമോ? മന്ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ ഫയുളാഇഫഹു ലഹു അളാഫൻ കസീറാ. ആരാണ് പടച്ചറപ്പിന് വേണ്ടി കടം കൊടുക്കാനുള്ളത്? ആരാണോ കൊടുക്കാൻ തയ്യാറുള്ളത്? ഫയുളാഇഫഹു ലഹു അളാഫൻ കസീറാ. അവന് ഞാൻ 10 ഇരട്ടിയായി തിരിച്ചു തരാം, 10 ലക്ഷം തിരിച്ചു തരാം. ഇപ്പൊ ഈ പ്രതിസന്ധിയിൽ കൊടുക്കുന്നതിന് ഏറ്റവും വലിയ പ്രതിഫലം കൂടുതലാണ്. അതുകൊണ്ട് സ്വലാത്തോടുകൂടി നമ്മുടെ വിഷയാവതരണം തുടങ്ങാം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ് ബിഹഖി സല്ലല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ തരാം കേട്ടോ. അല്ലാഹു കബൂലാക്കട്ടെ. 2000 മാഷാ അല്ലാഹ്. ഇങ്ങനെ എല്ലാവരും നോട്ട് നിരോധനമാണ്. ഞാൻ പറഞ്ഞു പരിപാടി മാറ്റിവെക്ക്. കക്കുപ്പടി അശ്രദ്ധിച്ചോട് ഞാൻ പറഞ്ഞു വേണ്ട, പൈസ കിട്ടൂല, മാറ്റിവെക്ക്. ഇന്നലെ ഈരാറ്റുപേട്ടയിലാണ്. ഞാൻ പറഞ്ഞു മാറ്റിവെക്ക്. 2 ദിവസത്തെ പരിപാടി. മിനിങ്ങാന്ന് ബക്കറ്റ് ഒരു കിട്ടി 10,000 രൂപ കൂടിയ ആളുകൾ 20,000. അവര് ഉസ്താദെ തവക്കൽതു അലല്ലാഹ്. ഇന്നലെ കിട്ടിയത് ബക്കറ്റ് ഒരു 4 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ 2 ദിവസം കൊണ്ട് അവർ കൊടുത്തു. ഈരാറ്റുപേട്ടയിലെ പാവപ്പെട്ട ഗ്രാമീണ, പാവപ്പെട്ട കച്ചവടക്കാർ അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. പെണ്ണുങ്ങൾ ഇന്നലെ സ്വർണ്ണം ഊരിത്തന്നു. ഉസ്താദെ ഞങ്ങളുണ്ട് അല്ലാഹുക്ക് കടം തരാൻ പ്രതിസന്ധിയിൽ. തൃക്കരിപ്പൂരുകാർ പാവപ്പെട്ടവരാകെ 1% ഉള്ളൂ, ബാക്കിയല്ല അൽഹംദുലില്ലാഹ്. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു തന്ന അനുഗ്രഹത്തെ എപ്പോഴും ഉയർത്തി പറയണം. നിങ്ങൾ അല്ലാഹു അനുഗ്രഹിച്ചൊരു വിഭാഗമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഏറ്റവും പുതിയ സംരംഭത്തിന് വേണ്ടി കൊടുക്കാൻ അല്ലാഹു കബൂലാക്കട്ടെ. ആ പ്രിയപ്പെട്ട സഹോദരൻ വളരെ പൊക്കം കുറഞ്ഞ ആളാണ്, കൂട്ടത്തിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ ആളാണ്, സഹാബാക്കളിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ സഹാബി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുത്തതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഈ പ്രതിസന്ധിയുടെ സമയത്ത് റബ്ബേ ഞങ്ങൾക്ക് പ്രതിസന്ധിയില്ല, ഖജനാവ് നിന്റെ കയ്യിലാണ്. അല്ലാഹുവേ ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. അവരേത് ആഗ്രഹത്തോടെ സദഖ ചെയ്യുന്നുവോ മായ പ്രതിഫലം നൽകണേ തമ്പുരാനേ. അല്ലാഹുവേ രോഗങ്ങളുള്ളവരാണെങ്കിൽ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ കടബാധ്യതകളുള്ളവരാണെങ്കിൽ കടബാധ്യത മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. എനിക്ക് പ്രയാസമുള്ളവരാണെങ്കിലും അതെല്ലാം നീ മാറ്റിക്കൊടുക്കണേ സയ്യിദുനാ മുഹമ്മദ് വാലിഹി വസഹ്ബിഹി അജ്മഈൻ. അതോടൊപ്പം തന്നെ സ്വലാത്ത് ചൊല്ലി എല്ലാവരും ഒരാൾ പോലും ഒഴിവാകരുത്. എല്ലാവരും അവരവരുടെ കയ്യിലുള്ളത്, അത് 1000 ആകട്ടെ 500 ആകട്ടെ എന്തുവാകട്ടെ, നിങ്ങൾ അതിലേക്ക് കൊടുക്കുന്ന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഞാൻ ഈ സദസ്സിൽ നിന്ന് ബറക്കത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി ആമീൻ പറയുന്ന ഒരു സദസ്സിൽ സ്റ്റേജില് എന്റെ പുറകില് ധാരാളം പൗരപ്രമുഖരുണ്ട്, എന്റെ മുമ്പിലുമുണ്ട്. ഇൻഷാ അല്ലാഹ് ദറജ സാനിഅ തൈലീമിന്റെ ദറസുകൾ, നന്മയുടെ ദറസുകൾ ഒക്കെ ഇതിന്റെ കീഴിൽ നടത്തുന്നു. ആയിരക്കണക്കിന് പണ്ഡിതന്മാർ നമ്മുടെ തൃക്കരിപ്പൂര് വന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി പോകുന്നു. ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ആദ്യം പിരിവല്ല, ബറക്കത്തോടെ മന്ദല്ലദീ യുക്രിദുല്ലാഹ ഖർളൻ ഹസന. ഈ പ്രതിസന്ധിയുടെ സമയത്ത് എന്റെ റബ്ബിന്റെ മുമ്പിൽ അവന്റെ ഖജനാവ് വിശാലമാണ്. ഇൻഷാ അല്ലാഹ് പദ്ധതിയിലേക്ക് ഒരു 1 ലക്ഷം രൂപ
1,00,000 രൂപ. അതിന്റെ കൂടെ ഞാൻ എപ്പോഴും 6,666 ചോദിക്കാറുണ്ട്. 40,000-ത്തിലധികം ആളുകൾ സദഖ ചെയ്തിട്ടുണ്ട്. അഷ്റഫ് ഉസ്താദിനെ അറിയാം, മണ്ണാർക്കാടേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തന്നിട്ടുള്ളത്. എത്രയോ ആളുകൾ ക്യാൻസർ വന്നത് മാറിയിട്ടുണ്ട്. 18 വർഷമായി മക്കളില്ലാത്തവർ അല്ലാഹു നൽകിയിട്ടുണ്ട്. ഒരു 1,06,666 രൂപ. ഈ ഒരു പദ്ധതിക്ക് ആദ്യം ബറക്കത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ഞാൻ ആദ്യം അത് വാഗ്ദാനം ചെയ്ത് പിന്നീട് കൊടുത്താൽ മതി. നമ്മുടെ വിഷയത്തിലോട്ട് നമ്മൾ തുടങ്ങാണ്. ആരാണ് ഈ സദസ്സ്? ഈ 10,000 കൂടിയ സദസ്സ്, സ്റ്റേജിലും വേദിയിലുമൊക്കെ ആദ്യം ഹബീബായ നബി തങ്ങൾ ചോദിച്ചാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയും, അന യാ റസൂലല്ലാഹ്, ഞാൻ തരാൻ നബിയെ. ഈ സദസ്സിൽ ഒരു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടാകട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. ഖുലൂ തക്ബീർ. ആമീൻ പറ. ഖുലൂ തക്ബീർ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ പേര് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 1,06,666 രൂപ. പക്ഷേ പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും യാ സയ്യിദി ഇസ്മഹൂലി മിൻ ഹളറാത്തിക്കും അലഫു അൻ അഖൂല മാ ബഅദി. ഞാൻ ഈ പറയുന്നത് ക്ഷമാപണം തേടി ബഹുമാനനായ നമ്മുടെ പ്രിയപ്പെട്ട ഭൂക്കോയെ പോലെ പറഞ്ഞത് വെറുതെയല്ല. റബീഇന്റെ പ്രഭാഷണമാണ്. മുത്ത് റസൂലിന്റെ സലാത്തിന്റെ വേദിയാണ്. ആദ്യം അതിന് അൽഹംദുലില്ലാഹ് തുടക്കം കുറിച്ചത് ആ മുത്തിന്റെ മുതുകിലൂടെ വന്ന പരമ്പരയുടെ മണ്ണിലൂടെ വന്ന് നമ്മുടെ നാട്ടിൽ മദീനത്തിന്റെ നറുമണം നൽകിയ മഹാനായ മദീനയുടെ കുടുംബ പരമ്പരയുടെ കണ്ണിയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മഹാനവരുകളുടെ മക്കളെ ആ സിൽസിലയുടെ പവിത്രതയോടെ വളർത്തി അദ്ദേഹത്തിന്റെ മക്കളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവസാനം വരെ ഒരൽപ്പ നിമിഷം മനുഷ്യ സൗഹൃദം കൂട്ടുന്ന ആ പുഞ്ചിരിക്കുന്ന പൂമുഖത്തിന്റെ സുഹൃതം നീ നരനത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ഈ റബീഇന്റെ സദഖ കൊണ്ട് മാറ്റി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവസാനം വരെ കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ബിഹഖി സല്ലല്ലാഹു ഇൻഷാ അല്ലാഹ്. രണ്ടാമതാരാ പറയാ? 1,06,666 ഈ സദസ്സിൽ പ്രഥമ ദിനത്തിൽ അനയാ റസൂലല്ലാഹ്, ഞാൻ തരാ നബിയേ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ അനുരാഗം പോലെ പറഞ്ഞത് അല്ലാഹു മരണത്തിലും അല്ലാഹു നൽകി. ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട സഹചാരി, ലികുല്ലി നബിയ്യിൻ റഫീഖുൻ ഫിൽ ജന്ന വ റഫീഖി ഫീഹാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഈ കൂടിയ ലക്ഷക്കണക്കിന് ആളുകളെ, 10,000-കണക്കിന് ആളുകളെ ആരെങ്കിലും രണ്ടാമത് സാനിയ സിനൈൻ ഇറാഖുകയിലിരുന്ന രണ്ടാമരിൽ ഒരുവന്റെ റബീഇന്റെ സദസ്സിൽ രണ്ടാമതൊരാള് 1,06,666 കൈവക്കിയാൽ മതി സദസ്സിലാണെങ്കിലും. ഞാൻ പറഞ്ഞല്ലോ, ലോകം ക്യാൻസർ വന്നത് മാറിയിട്ടുണ്ട്. മക്കളില്ലാത്തവരാണ് മക്കളെ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സന്തോഷത്തോടെ തങ്ങളത് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഹബീബായ നബിയുടെ അഹ്ലു ബൈത്തിൽ നിന്നാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന് തുടർച്ചയുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സാര രണ്ടാമത്തെ ഒരാൾ കൈവക്കിപ്പോ വാഗ്ദാനം ചെയ്താൽ മതി, പിന്നീട് കൊടുത്താൽ മതി. ഞാനിപ്പോ പിരിവിലേക്ക് കടക്കുന്നില്ല. ഓരോരുത്തരായി ഇൻഷാ അല്ലാഹ് ഇതൊരു വലിയ സദസ്സാണ്. ആദ്യം പറയുന്നവർ പിന്നീട് പറയുന്നതിന്റെ ഒക്കെ വലിയൊരു ബറക്കത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കും. ഒറ്റി അഹമ്മദ് ഹാജി ഒറ്റി വേണ്ട, എനിക്കറിയാം, നിങ്ങൾക്കറിയാം.
ഞാൻ പറഞ്ഞാണ് കറക്റ്റ്. അഹമ്മദ് ഹാജി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 1,313 രൂപ അസ്ഹാബുൽ ബദറിനോടുള്ള ഒരു പ്രണയത്തിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ടപ്പോ അല്ലാഹുവിന്റെ ദീനിന്റെ പുനഃസംസ്ഥാപനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച അസ്ഹാബുൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് മുഹമ്മദ് ഹാജിയുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നീ നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് ഈ വരാനിരിക്കുന്ന നന്മയുടെ സുഖത്തിന് വേണ്ടി സദഖ ചെയ്ത ആ പ്രിയപ്പെട്ട മഹാനവറുകൾ റബ്ബേ അദ്ദേഹത്തിന്റെ സമ്പത്തിന് ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ റബ്ബേ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റി കൊടുക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. മൂന്നാമത്തെ ഒരാളോട് മൂന്നാമത്തെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്നല്ലാഹ സാലിസു, മൂന്നാമത്തെ ആൾ അല്ലാഹുവാണെന്നാണ് സൂറത്ത് തൗബ പറഞ്ഞത്. അല്ലാഹു ആ പറയുന്ന സഹോദരങ്ങൾ ഒരാഗ്രഹം, വസ്തു വിൽക്കാനുള്ളവരൊക്കെ ഉണ്ട് കുടുങ്ങിക്കിടക്കണവർ, ഇൻഷാ അല്ലാഹ് ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് വിറ്റു പോകണം എന്ന നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് പറയുന്ന അല്ലാഹു ഇതുകൊണ്ട് സലാമത്താക്കി തരും, ഉറപ്പാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരൊരാൾ മൂന്നാമതൊരാൾ അതുകൊണ്ട് പറഞ്ഞു 3 നിർത്തിയാൽ തുടക്കത്തിനകത്ത് ബറക്കത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ. അതിനല്ലാഹു ഈ മഹാസദസ് ഇത് മുത്ത് റസൂലിന്റെ സദസ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ ഒരാൾ മാഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. യൂസുഫ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. യൂസുഫ് ഹാജി വടക്കേപ്പൂവൽ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ മുറാദിനെ ഹാസിലാക്കണേ അല്ലാഹ്. ഐശ്വര്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഈ മഹാസദസ്സിന് മുടങ്ങി കേൾക്കുന്ന സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മഹാനായ യൂസുഫ് ഇതൊക്കെ ബറക്കത്ത് കൊടുത്തതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂസുഫ് ഹാജിയുടെ ജീവിതത്തിൽ നീ ഐശ്വര്യത്തിന്റെ മഹാപ്രഭാതം നൽകണേ തമ്പുരാനെ. എല്ലാവിധ മുസീബത്തുകളും മാറ്റണേ അല്ലാഹ്. എല്ലാവിധ പ്രയാസങ്ങളും മാറ്റണേ അല്ലാഹ്. മക്കളെ ആ പ്രിയപ്പെട്ട ഉപ്പാക്ക് കൺകുളിമയേകുന്ന ജീവിതത്തിൽ ഏറ്റവും നന്മ നേറുന്ന നല്ല മക്കളാക്കി കൊടുക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു കബൂലാക്കട്ടെ. ഖുലഫാഉർ റാഷിദീങ്ങൾ 4 പേരാണ്. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ട് ഉമർ ഇബ്നു ഖത്താബ്, മൂന്നാമത് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നാലാമത് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ മഹാന്മാരായ ഖുലഫാകളുടെ ബറക്കത്ത് കൊണ്ട് ഇവരുടെ സദഖയെ സ്വീകരിക്കണേ അല്ലാഹ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്നാൽ ഖുലഫാഉർ റാഷിദീങ്ങൾ 4 പേരാ. ഒരെണ്ണം തികച്ചേക്കാൻ നാലാമതൊരാളും കൂടെ. നാലാമത്തെ ഒരാൾ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അവരുടെ മുറാദുകൾ ഏത് ആഗ്രഹത്തോടെ പറയുന്ന അല്ലാഹു സ്വീകരിക്കും. ഞാൻ ഇവിടെ നിന്ന് തുടങ്ങണം. ഇപ്പോ നാലാമത്തെ ആൾ ഇൻഷാ അല്ലാഹ് വരും. ഒക്കെ അവിടെ എന്റെ കൂടെ പ്രസംഗിക്കുകയാണ്. അല്ലാഹു വലിയവനാണ്. അവനാണ് 1 ലക്ഷം കൊടുത്ത 10 ലക്ഷം എടുക്കാന്ന് പറഞ്ഞ ബാങ്ക്. ആ ബാങ്കിന്റെ ശാഖ എല്ലായിടത്തും ഉണ്ട്. വലില്ലാഹി ഖസാഇനു സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ ഇടയിൽ മുഴുവനും ബ്രാഞ്ചുള്ള ഒരു ബാങ്കാണ് അള്ളാഹുവിന്റെ. അള്ളാഹുവിൽ നിലനിർത്തി തരട്ടെ. അസൈനാര് ഹാജി ദുബൈ മാഷാ അല്ലാഹ്. ഇതാണ് തൃക്കരിപ്പൂരിന്റെ കൂടെ. ഇങ്ങനെയാണ് 3 ദിവസം തന്നെ. ഒന്നെന്തെന്നറിയോ, ഈ ഒരു കാലം, ഈ ഒരു സാഹചര്യത്തിൽ ആരും പിണങ്ങല്ല. ഞാൻ പ്രസംഗിക്കാതെ ചെറുപ്പക്കാരെ ഒത്തിരി പറയാനുണ്ട്. പ്രസംഗിക്കാതെ ഞാൻ അതാരും നിർത്തൂല. അതിന്റെ ഇടയിൽ ഇതും കൂടി നടക്കണം. ഈ ഒരു സാഹചര്യത്തിൽ തൃക്കരിപ്പൂരല്ലാതെ ഇത് നടക്കും, ഉറപ്പാണ്. തങ്ങളുടെ ആ ഒരു ഉദ്ഘാടനത്തിന് ബറക്കത്തിന് അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അസൈനാരിയല്ലേ അല്ലേ? മാഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ.
സാധാരണയൊക്കെ നാട്ടിലെ ആളുകൾ പ്രസംഗം തുടങ്ങുമ്പോൾ എല്ലാവരും സ്റ്റേജിമേ ഉണ്ടാവും, മെല്ലെ കായ് പോണ സമയം അവർ ഇറങ്ങിപ്പോകും. ഇവിടെ ഏതായാലും എല്ലാവരും അങ്ങനെ തന്നെയുണ്ട്. അല്ലാഹുവേ ഹാജിയുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഐശ്വര്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഇത് ഹബീബായ മുത്തിന്റെ സലാത്തിന്റെ സദസ്സാണ്. അല്ലാഹുവേ ഈ തന്നത് നീ പാരാക്കാറ് അതിന്റെ 10 ഇരട്ടി നീ ഇഹത്തിൽ തന്നെ നൽകണേ അല്ലാഹ്. അതിലൊട്ടും കുറയാതെ ആഖിറത്തിൽ നൽകി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ, ഭാര്യയിൽ, മക്കളിൽ, മാതാപിതാക്കളിൽ, കുടുംബത്തിന് ഐശ്വര്യം നിറയ്ക്കണേ അല്ലാഹ്. മരിക്കുന്നത് വരെ കണ്ണ് നിറയാറ്, കൽബ് പെടയാറ് അദ്ദേഹത്തിന് നീ സന്തോഷ ജീവിതം നൽകണേ റബ്ബേ. ഒരു 3 പേരും കൂടെ വേണം. 7 എന്റെ ലക്ഷ്യം. അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗം ആളുകളാണ്. 3 പേരും കൂടി ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിന്റെ വിഷയത്തിൽ കിടക്കും. 5-മതൊരാൾ